സന്തോഷപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് ഇവരോട് രണ്ടുപേരോടും ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് രണ്ട് സ്വർഗമുണ്ട്. ഒന്നാമത് നാളെയുടെ പരലോകത്തുള്ള നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗം. ആ സ്വർഗത്തിന് മുമ്പേ ഈ ലോകത്ത് നമ്മളായിട്ടുണ്ടാക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതാണ് ദാമ്പത്യ ജീവിതം, അതാണ് കുടുംബ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് രണ്ടുപേരോടും ഒരു വസിയത്തിന്റെ നിലയിൽ പറയാനുള്ളത്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സ്നേഹത്തിൽ തള്ളിയിട്ടതാകണം. ഭാര്യയ്ക്ക് എത്ര സ്നേഹം കൊടുക്കണം ആരും എഴുതി വെച്ചിട്ടില്ല. ഭർത്താവിന് എത്ര സ്നേഹം കൊടുക്കണം അതിനെവിടെയെങ്കിലും ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നാം ഏതർത്ഥത്തിൽ കാണണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, മാതാപിതാക്കൾക്ക് എന്ത് പരിഗണന കൊടുക്കണോ അത് കൊടുത്തു കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം അതിന്റെ താഴെ എത്ര വിശാലമാണോ അത്രയും അവർക്കാകാം എന്ന് പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഒരാൾ പട്ടിക്കാട് നിന്നാണ്, ഒരാൾ അരിപ്പുറയിൽ നിന്നാണ്. വ്യത്യസ്തമായ കുടുംബങ്ങളാണ്, വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. പക്ഷേ ഇന്നു മുതൽ ഇന്നലെ വരെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത് വരെ സ്വപ്നങ്ങൾ പലതായിരുന്നു. എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാരൻ ആരായിരിക്കും എന്ന് നമ്മളെ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, ഹനാ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം അറിയുമായിരുന്നില്ല. എന്റെ ജീവിത പങ്കാളി ആരായിരിക്കുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് ഷാഹിദിനെ സംബന്ധിച്ചിടത്തോളം അറിയുമായിരുന്നില്ല. അതൊരു എന്ത് സ്വപ്നം കാണാമായിരുന്നു. പക്ഷേ നിശ്ചയം കഴിഞ്ഞ അന്ന് മുതൽ അവര് സ്നേഹത്തിന്റെ പുതിയ ഒരു മാനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകള് ഈ മഹറിനെ സാക്ഷി നിർത്തി നമ്മളെ എല്ലാവരും ഈ മഹറിനെ അതിനടിസ്ഥാനമാക്കി നമ്മളെ എല്ലാവരും സാക്ഷികളാക്കിക്കൊണ്ട് ഇവിടെ പറയാൻ പോകുന്ന വാചകം വളരെ ചെറുതാണ്. അറബിയിൽ പറയും, മലയാളത്തിൽ പറയും, ഏത് ഭാഷയിൽ പറഞ്ഞാലും ഈ മഹറിനെ അടിസ്ഥാനമാക്കി നിനക്ക് ഞാൻ എന്റെ മക്കളെ വിവാഹം ചെയ്തു തന്നു എന്ന് പ്രിയപ്പെട്ട വലിയ പറയുമ്പോ ഞാനത് സ്വീകരിച്ചു എന്ന് സന്തോഷത്തോടെ മരുമകനാകുന്ന ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ വാചകം ചെറുതാണ്, പക്ഷേ അതിന്റെ ഗൗരവം വലുതാണ്. ബലിഷ്ഠമായ കരാറാണ്. കളിയല്ല, തമാശയല്ല, വിനോദമല്ല, കുപ്പായം മാറുന്നത് പോലെ മാറാനും പറ്റിയതല്ല. അല്ലാഹുവിന്റെ മുന്നിൽ എടുക്കുന്ന വലിയൊരു കരാറാണ്. ഈ വാചകം വലുതാ. എന്താ വാചകത്തിന്റെ അർത്ഥം? ഞാൻ അവസാനിപ്പിക്കാം. വാചകത്തിന്റെ അർത്ഥം ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, ഉപ്പ ഇന്നലെ വരെ അവളെ വളർത്തിയതും വലുതാക്കിയതും സംരക്ഷണം കൊടുത്തതും വിദ്യാഭ്യാസം കൊടുത്തതും വസ്ത്രം കൊടുത്തതും പാർപ്പിടം ഒരുക്കിയതും ആരോഗ്യം സംരക്ഷിച്ചതും ഇന്നലെ വരെ നിങ്ങളാ. ഈ ഒരു വാചകം പറയുന്നതോടുകൂടി ഞാനിതാ ഏറ്റെടുത്തു. ഇനി അവരുടെ ഭക്ഷണവും പ്രശ്നവും എല്ലാം ഞാൻ ഏറ്റെടുത്തു ഉപ്പ എന്ന് പറയുന്ന വലിയൊരു കരാറാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവസാനിപ്പിക്കുമ്പോ ഇവിടെ കൂടിയ ആളുകളോടും രണ്ട് കൂട്ടത്തിലെ കുടുംബ രക്ഷിതാക്കളോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ ഇതാ വിവാഹിതരാകാൻ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. രണ്ടുപേരുടെയും ഉമ്മവാപ്പമാരുടെ സന്തോഷത്തിൽ നിന്ന് അതിരുകളില്ല. അതുകൊണ്ട് തന്നെ ആ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ അറിയോ? പുതിയാപ്പിളനെ കണ്ടെത്തി കൊടുക്കുക, പുതുനാരിയെ കണ്ടെത്തി കൊടുക്കുക, വിവാഹം വളരെ ഗംഭീരമായി സംഘടിപ്പിക്കുക, അതിന് ഏറ്റവും ആഘോഷപരമായും ഏറ്റവും ഇസ്ലാമികമായും നടത്തിക്കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ വാചകം പറഞ്ഞവര് കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ സുഖകരമാകും, എങ്ങനെ സന്തോഷകരമാകും എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. പ്രിയപ്പെട്ട ഷാഹിദും അതുപോലെ തന്നെ ഹനാ ഫാത്തിമയും രണ്ടുപേരും അറിയുക, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയിക്കണോ, നിങ്ങൾ ഏറ്റവും നന്നായി ആക്ട് ചെയ്യണം, നന്നായി അഭിനയിക്കണം. കാപട്യത്തിന്റെ അഭിനയമല്ല, സിനിമാ ലോകത്തെ കുരുത്തം കെട്ട അഭിനയത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പുരുഷനെ ആദരിക്കുന്ന പെണ്ണാകണം, പെണ്ണിനെ ആദരിക്കുന്ന പുരുഷനാകണം. സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമ്പുരാക്കന്മാരും രാജാക്കന്മാരും ഒക്കെ കിരീടം വലിച്ചെറിഞ്ഞിട്ട് താഴെ മുതിർന്നു വീഴുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നത് എന്താ? പെണ്ണിനെ ആദരിക്കാത്തത് കൊണ്ട്, അവളെ ചൂഷണം ചെയ്തത് കൊണ്ടൊക്കെയല്ലേ സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ പങ്കാളികളെ പരിഗണിക്കണം. അവർ പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ്, അവർ പ്രതീക്ഷിക്കുന്നത് പരിഗണനയാണ്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ദാമ്പത്യ ജീവിതത്തിന്റെ നല്ല ഫലങ്ങളാണ്. പെൺകുട്ടി അറിയണം, തന്റെ കൂടെ തന്നെ ഏറ്റെടുത്ത ചെറുപ്പക്കാരന് സ്വപ്നങ്ങളുണ്ട്, അയാൾക്ക് സങ്കല്പങ്ങളുണ്ട്, അവർക്ക് മോഹങ്ങളുണ്ട്. അയാളുടെ ഏറ്റവും നല്ല സ്നേഹമതിയായ ഭാര്യയായി മാറണം,
വിശ്വസ്തയായിരിക്കണം, കാപട്യം കാണിക്കരുത്. അയാൾക്ക് വേണ്ടി മക്കളെ പ്രസവിക്കാൻ തയ്യാറാവണം, ആ മക്കളെ പോറ്റാൻ തയ്യാറാവണം, ആ മക്കളെ വളർത്തി വലുതാക്കി ഈ ലോകത്തും പരലോകത്തും അവർക്ക് ഹൈറാവണം എന്ന അർത്ഥത്തിൽ ഇതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരോടും പറയാനുള്ളത് ഇതാ, ഇവർ രണ്ടുപേരും വിളിച്ചിട്ട് ആ കല്യാണത്തിന് വന്നത്. അവർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്നു. അവർ നമ്മളോട് പറയാതെ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇതായി നിക്കാഹ് നടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ, ഞങ്ങളുടെ നന്മക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ധന്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഉസ്താദ് അവர்கள் വിശാലമായി ദുആ ചെയ്യും. ആ ദുആയിൽ പങ്കെടുക്കുന്നതോടൊപ്പം നിക്കാഹ് കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ ഈ ചെറുപ്പക്കാരുടെ കയ്യൊന്ന് പിടിച്ചിട്ട് ഒന്ന് അഭിനന്ദിക്കണം. അതാണ് അതിന്റെ ഒരു അനുഗ്രഹത്തിന്റെ, ആ അല്ലാഹുവിന്റെ ആ ഭാഗത്ത് നിന്നുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി അവരെ ആശീർവദിക്കണം എന്ന് പറയുന്നു. പുതുനാരിയും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ പുതുനാരിയുടെ കൈ പിടിക്കാൻ, അവളെ ഒന്ന് അഭിനന്ദിക്കാൻ, ഇന്ന് നമ്മൾ അവരുടെ ദിവസമാണ്, അവരുടെ ദിവസത്തെ പരിഗണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നടക്കാനിരിക്കുന്ന വിവാഹത്തിൽ ഈ ചെറുപ്പക്കാരും ചെറുപ്പക്കാർക്കും അവർ സ്വപ്നം കണ്ട എല്ലാ നല്ല ദാമ്പത്യ സ്വപ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖൈറും ബറക്കത്തും റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹൽ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹാദരങ്ങളോടുകൂടി പട്ടിക്കാട് ജുമാ മസ്ജിദിന്റെ മഹല്ലിൽ ഖാദി അവറുകളെ, അബൂബക്കർ ഫൈസി അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.